രതീഷ്, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലത്തെ കാസർഗോഡ് ചോദ്യോത്തര വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ് SFI നേതൃത്വം നടക്കുന്നത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആയിരുന്നു DD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിരുന്നത്. എന്നാൽ കവാടത്തിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞതിലും ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ഉള്ളിൽ കടക്കുകയായിരുന്നു. തുടർന്ന് പോലീസിന് നിയന്ത്രിക്കാനാവുന്നതിന് അപ്പുറത്ത് പ്രവർത്തകർ പൂർണ്ണമായും ഈ കളക്ടറേറ്റ് കോമ്പൗണ്ടിലെത്തി DD ഓഫീസിന്റെ മുമ്പിൽ ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധമാണ്. പോലീസ് പലരെയും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തി. പക്ഷേ പോലീസിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ കളക്ടറേറ്റിന് മുന്നിൽ DD ഓഫീസിന് മുന്നിൽ പ്രവർത്തകരെത്തിയിട്ടുള്ളത്. ഏതാണ്ട് പൂർണ്ണമായും പ്രവർത്തകരെത്തി കഴിഞ്ഞു. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് വിവിധ ഇടങ്ങളിലൂടെയാണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പോലീസ് പലയിടങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും പ്രവർത്തകരെ തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്തായാലും ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. DD ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ എത്തിയിരിക്കുന്നു. പ്രതിഷേധം തുടരുന്നു. ഇതിനിടയിൽ ബലം പ്രയോഗിച്ച SFI പ്രവർത്തകരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് വണ്ടിയിലേക്ക് നീക്കിയതിൽ വലിയ പ്രതിഷേധം തന്നെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. പോലീസിന്റെ ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ മറികടന്നാണ് SFI പ്രവർത്തകർ ഇപ്പോൾ DD ഓഫീസിന് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. പ്രതിഷേധം തുടരുകയാണ്. ലിൻഷ, സവർക്കർ ക്യൂസ് വിവാദത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് SFI മാർച്ച് നടക്കുകയാണ്. വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറികടന്നു. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. രതീഷ്, ഇതിപ്പോൾ ഇന്നലെ അധ്യാപകനെ ഈ സവർക്കർ ക്യൂസ് വിവാദത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ SFI മാർച്ച് നടത്തുന്നതിൻ്റെ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അവരെന്തൊക്കെയാണ് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ? തുടർച്ചയായിട്ടും ഇത്തരത്തിൽ പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ഒരു വർഗീയ നിലപാട് ഉണ്ടാവുന്നുണ്ട്. ലിൻഷ, ഇപ്പോൾ SFI പ്രവർത്തകർ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട SFI പ്രവർത്തകരെ വാഹനത്തിൽ കൊണ്ടുവന്ന് തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അതിൽ പോലീസ് എത്തി അത് ഒഴിവാക്കി. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. വിവിധ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ ഈ ചോദ്യാവലി വിവാദത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിതലത്തിൽ ഇടപെടൽ നടക്കുകയും ഈ അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. തുടർന്നും ഇത്തരത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ ബോധപൂർവമുള്ള ഇടപെടലുകൾ, വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പല ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. അതിനെ നിലവിലുള്ള സർക്കാർ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ പിന്തുണ നൽകുന്നു, നടപടി എടുക്കുന്നില്ല. മാത്രവുമല്ല പല ഇത്തരത്തിൽ ചില ഔദ്യോഗിക ഇതിലുള്ള ഉദ്യോഗസ്ഥർക്കും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം ഇത്തരം കാര്യങ്ങൾക്ക് നിലപാട് മാറ്റിക്കൊണ്ട് അത്തരം പ്രീണന നയങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നും ഒക്കെ ആരോപിച്ചുകൊണ്ടാണ് SFIയുടെ ഈ പ്രതിഷേധ മാർച്ചുള്ളത്. അതായത് ഉദ്യോഗസ്ഥർ പല ഇടങ്ങളിലും ഇത്തരത്തിൽ പ്രീണന നയം, അതായത് സംഘപരിവാർ അനുകൂല നയം സ്വീകരിക്കുന്നു. അതിന് UDF സർക്കാർ തന്നെ ഔദ്യോഗികമായി പിന്തുണ നൽകുന്നു എന്നാണ് SFIയുടെയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയും ആക്ഷേപം. തുടർന്നാണ് ഇപ്പോൾ തുടർ നടപടികൾ. ഒരാൾ മാത്രമല്ല, നിരവധി സ്കൂളുകളിൽ ഇത്തരത്തിൽ ഈ പ്രീണന ഇടപെടൽ നടത്തുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേന്മയെല്ലാം തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. അതിന് UDF സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മൗനാനുവാദം നൽകുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ SFI ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI ഇപ്പോൾ DD ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിൻഷ, എന്തായാലും SFI ജില്ലാ സെക്രട്ടറി അനുരാഗാണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം ബിപിൻ രാജ് ഉൾപ്പെടെ അവിടെയുണ്ട്. സവർക്കർ ക്യൂസ് വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തെങ്കിലും വിദ്യാഭ്യാസ നയങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI കാസർഗോഡ് കളക്ടറേറ്റിൽ മാർച്ച് നടത്തിയത്. വിവരങ്ങളാണ് രതീഷ് വാസുദേവൻ നൽകിയത്.